ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മകൻ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പം അവനെയും കാത്ത് കൊലായി തമ്പത്ത് കൊതുകുകടിയും കൊണ്ട് ഇങ്ങനെ കുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു വീഡിയോ ചെയ്തിടാന്ന് കരുതി. വീഡിയോ ചെയ്യാൻ വേറെ ഒന്നും അല്ലട്ടോ, കാരണം റോഡുമേലൊക്കെ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ അത്ര വലിയ പ്രത്യേകത എന്നായിരിക്കും. അതൊന്നല്ല, ഇവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് നാലുപുരക്കൽ നാഗകാളി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാഗവും കാളിയും കൂടിയായിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉത്സവമായിട്ടുണ്ട്. ഇപ്രാവശ്യം പോസ്റ്ററൊന്നും കാര്യമായിട്ട് കണ്ടിട്ടില്ല, പിരിവിനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വളരെ ചെറുതാക്കിയിട്ടാണ് തോന്നുന്നത് അവർ ഈ പ്രാവശ്യം കഴിക്കുന്നത്. അപ്പോൾ ഇന്നവിടെ ലൈറ്റൊക്കെ വെക്കുന്ന സമയത്താണ് അവിടെ ഉത്സവമാണെന്നുള്ളത് സത്യത്തിൽ മനസ്സിലാവുന്നത്. മറ്റ് ഭയങ്കരമായിട്ട് കഴിക്കായിരുന്നു. ഇപ്രാവശ്യം എന്താണെന്ന് എനിക്കറിയില്ല, വളരെ ചെറുതാക്കിയിട്ടാണ് തോന്നുന്നു കഴിക്കുന്നത്. അപ്പോൾ ഇവർ ഇങ്ങനെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യുന്നത് കണ്ടപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, നാഗവും കാളിയും കൂടിയും ഒരുമിച്ചുള്ള അമ്പലം റെയറാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. എത്രത്തോളം സത്യമാണെന്നുള്ളത് എനിക്കറിയില്ല. ഇവിടെ നാഗവും കാളിയും കൂടി ഒരുമിച്ചുള്ള ഒരമ്പലമാണ്. അപ്പോൾ എത്രത്തോളം ഇത് സത്യമാണെന്നുള്ളതും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, ഞാൻ ആ മതവിശ്വാസി അല്ലാത്തത് കൊണ്ട്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ എപ്പോഴും ഇങ്ങനെ വീഡിയോസിലെടുത്ത് വെച്ച് പറയായിരുന്നു, നാലുപുരക്കൽ നാഗകാളി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് വീട് എന്നൊക്കെ പറയുന്ന സമയത്ത് അവർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എന്തോ ക്ഷേത്രത്തിൻ്റെ എന്തൊക്കെ ഇതിലുണ്ട്, അതിലൊക്കെ കേൾക്കാറുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഗ്രൂപ്പുകളുണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ കേൾക്കാറുണ്ട് നാഗവും കാളിയും കൂടിയും പിന്നെ ഒരുമിച്ചുള്ളത് റെയറായിട്ട് ഉണ്ടായുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട് എന്നൊക്കെ അവരും പറഞ്ഞു കേട്ടു കേട്ടോ. അത് ഞാൻ നിങ്ങളടുത്ത് പങ്കുവെച്ചതാണ്. അപ്പോൾ ഇവിടെയൊക്കെ എടുക്കും തലക്കെന്ന് പറഞ്ഞതിൻ്റെ അതിൽ ഞങ്ങൾ നാഗത്തെ എന്ന് വെച്ചാൽ പാമ്പിനെ കാണാറുണ്ട് കേട്ടോ. ഇതുവരെ പാമ്പ് നമ്മളെ കടിച്ചിട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആദ്യത്തെ എൻ്റെ തറവാട് വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് ഞങ്ങളിത് കാണുമായിരുന്നു. ഇവിടെ വളരെ കുറവാട്ടോ, പുതിയ വീട്ടിൽ കാണൽ തുടങ്ങിയ. ആദ്യമൊക്കെ ഞാൻ താമസിക്കുന്ന സമയത്തൊക്കെ വീടിൻ്റെ ഉള്ളിൽ വരെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ എല്ലായിടവും കാണാം. ഇതുവരെ ആരെയും ഒന്നും ചെയ്തതായിട്ട് പറയില്ല. എന്നിട്ട് എല്ലാവരും പറയും അമ്പലത്തിലെ പാമ്പാണ്, അത് ആരെയും ഒന്നും ചെയ്യൂല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ കമൻ്റ് ഇട്ടോളി, അമ്പലത്തിലെ പാമ്പാണെന്ന് വിചാരിച്ച് കൈ വെച്ചോളൂ കണ്ടീന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇവിടെ ഇപ്പം ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഉത്സവമായ ഗൈസ് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഗൈസ്. എന്താ വെച്ചാൽ സ്പീക്കറൊന്നും ഇവിടെ നമ്മുടെ വീടിൻ്റെ മുമ്പിലായിട്ട് വെക്കും. എനിക്ക് മൈഗ്രെയിൻ ഉള്ളതാണല്ലോ. നമ്മളെ ഈ നാട്ടും പരിസരമാകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നാട്ടിലത്തെ കുറേ പിന്നെ പരസ്യങ്ങളാണ് വെക്കുക. ഈ ചെറിയ ചെറിയ ഷോപ്പിൻ്റെ പരസ്യങ്ങളാണ് വെക്കുക. ഇത് രാവിലെ തൊട്ട് ഈ ഷോപ്പിൻ്റെ പരസ്യം കേട്ട് 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 വൈകുന്നേരം ആകുമ്പോഴേക്ക് തലവേദന എടുക്കും മക്കളെ. ഒരു ഒഴിവില്ലാത്തൊരു സംഭവമാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഇവർ ഇത് സ്പീക്കർ വെക്കുക ഇവിടെയൊക്കെ ആയിട്ട്. അന്നപ്പം അയ്യോ എന്ത് കൊതുകാന്നറിയോ, എനിക്കാണെങ്കിൽ അകത്ത് കയറി പോകാനും തോന്നുന്നില്ല അവൻ വരാത്തത് കൊണ്ട്. എന്നിട്ട് ഇവിടെ അടുത്ത് ഞാൻ പറഞ്ഞ് ചിരിക്കും. ഇവിടെ അടുത്ത് ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു 1/2 കിലോമീറ്റർ കഴിഞ്ഞാൽ കൂൾ ബാർ ഉണ്ട്, ടെക്സ്റ്റൈൽസ് ഉണ്ട്, ഒരുവിധം ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പം അതിലുണ്ട് ഈ നമ്മൾ അടുക്കയും തേങ്ങയൊക്കെ വിൽക്കുന്നുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ഇവരതിൻ്റെ പരസ്യം വെക്കും. എന്നിട്ട് ഞാനിവിടുന്ന് കളിയാക്കും, പൊളിച്ച തേങ്ങ പൊളിച്ച അടുക്ക ഒക്കെ ഇത് സ്വീകരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് പരസ്യം വെക്കും. എന്നിട്ട് ഞാൻ അകത്ത് കുത്തിരുന്ന് കളിയാക്കും. ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട്, ഇവിടെയൊക്കെ ഓരോരുത്തരുടെ പേരിലാണ് സ്റ്റോർ എന്നുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് ഓരോരോ സ്റ്റോറിൻ്റെ പേര് വിളിച്ചു പറയും. അതാണ് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കളിയാക്കുന്നൊരു സംഭവമാണ്. ഇപ്രാവശ്യം അത്രത്തോളം ഇത് ഇല്ലയെന്ന് തോന്നുന്നു, വലുതായിട്ട് കഴിക്കുന്നില്ല ഉത്സവം എന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതുവരെ പോസ്റ്ററൊന്നും എവിടെയും കണ്ടിട്ടില്ല. 2 ദിവസം മുമ്പ് ഞാൻ മോനോട് ചോദിച്ചേക്കും, മോനെ റോഡുമേൽ എവിടെയെങ്കിലും പോസ്റ്റർ അടിച്ച് വെച്ചേക്കോ. ഹസ്ബൻഡ് പറഞ്ഞു 23-ാം തീയതിയാണ് പൊതുവേ ഉത്സവം, ലാസ്റ്റ് ഫൈനൽ ദിവസം ഉണ്ടാവും 23-ാം തീയതിയാണ് എന്ന് പറയലുണ്ട്. ഫൈനൽ ദിവസം എന്ന് വെച്ചാൽ 7 ദിവസം അങ്ങാൻ പരിപാടി ഉണ്ടാവലുണ്ട്, 7 ദിവസം 5 ദിവസം അങ്ങനെ. അപ്പോൾ ഓരോരോ ദിവസം ഓരോരോ കാര്യങ്ങളാണ്. ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ആർഭാടമാക്കി കഴിക്കുന്നതായിരുന്നു. കുടുംബക്ഷേത്രം കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല, എൻ്റെ പഠിച്ചോനെ കാൽമേൽ 2-3 കൊതുകൊക്കെ കടിക്കുന്നത്. എനിക്ക് മകൻ വരാഞ്ഞിട്ട് എന്താണെന്നറിയില്ല. അത് പൊതുവേ നമ്മൾ അമ്മമാർക്കുള്ളതാണല്ലോ, മക്കൾ ഒരു മിനിറ്റ് വൈകിയാൽ ഒരു ടെൻഷൻ എന്ന് പറയുന്നത്. ഇവിടെ 5 മണിക്ക് എത്തും, 5:01 കണ്ടില്ലേ ഞാൻ കൊലായിൽ വന്ന് കുത്തിരിക്കും.
ഇവനെ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞേച്ചാട്ടോ, സ്കിന്നിൻ്റെ ഡോക്ടറെ അടുത്ത് പറഞ്ഞേച്ചാ അവരാ. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ കുഞ്ഞു കുട്ടീനെയാണോ ഒറ്റക്കൊക്കെ. കുഞ്ഞു കുട്ടീന്നൊന്നും പറയാനില്ല, 15 വയസ്സായിട്ടോ. അവന് ഈ മാസം 26-ാം തീയതിയാണ് എൻ്റെ പിറന്നാൾ. അപ്പോൾ 15 വയസ്സാവും. അപ്പം ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ 2 പേരെയും സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള പ്രാപ്തരാക്കാൻ നോക്കുക. കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഭർത്താവ് ദുബായിക്ക് പോകുന്ന സമയത്ത് മോൾക്ക് 1.5 വയസ്സാണ്, മോന് 4.5 വയസ്സോ 5.5 വയസ്സോ അങ്ങനെ ഉള്ളുമായിരുന്നു. അപ്പോൾ ഇവരെ പിന്നെ 2 പേരെയും കൊണ്ടിട്ട് ഞാൻ കുറേ ബുദ്ധിമുട്ടായി. പെട്ടെന്ന് ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് ഈ 2 പൈതൽ മക്കളെയും കൊണ്ടിട്ട് ഞാൻ കുറേ അടിച്ചുറപ്പില്ലാത്തൊരു വീടുമായി അന്ന്. ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടായി. അന്ന് വാഹനമുണ്ട്, പക്ഷേ എനിക്ക് വലിയ എയിമില്ലായിരുന്നു. അപ്പം ഞാനങ്ങനെ വാഹനം ഒന്നും എടുക്കാൻ മടിച്ച് കളിച്ചത്. അന്നൊക്കെ വീട്ടിൽ വെറുതെ ഇട്ടതായിരുന്നു കാറ്. എന്നിട്ട് 2 വീലറിൻ്റെ മുകളിലാണ് ഇവരെയും കൊണ്ടിട്ട് പോവുക ഞാൻ. അപ്പോൾ രാത്രി പകൽ എന്നൊക്കെ പറഞ്ഞതിൻ്റെ രാത്രി ഇവരെയും കൊണ്ട് ഇങ്ങനെ വാഹനത്തിലൊക്കെ പോകുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ അവരെയും കൊണ്ട് ജീവിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആരുണ്ടാവും എന്നൊന്നും പറയാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇവരെയും സ്വയം പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അവനൊറ്റക്കെൻ്റെ വീട്ടിൽ പോവും. എന്തിനു മോളെ ഒരിക്കലും ഞാനിവിടെ അടുത്ത് തന്നെ സ്വപ്ന ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പീഡിയാട്രി ഉണ്ട്. അപ്പോൾ മോൾക്ക് എന്തോ ഒരു വയ്യായി വന്നപ്പോൾ ഞാൻ അവനെ കൊണ്ടുപോയി കാണിപ്പിക്കാൻ കൊണ്ടുപോയി. കാരണം ഇവിടുന്ന് നടന്ന് പോയാൽ മതി. എന്നിട്ട് കാണിച്ചിട്ട് അവളെ വീട്ടിലാക്കിയിട്ട് നീ പോയി മരുന്ന് മേടിക്കുകയെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ ഒറ്റക്കാലിൽ നിൽക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിസ്സാര ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവർ തളർന്നു പോകും. അങ്ങനെ തളരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വയം പ്രാപ്തരാക്കുന്നത് ഞാൻ. അപ്പം മകനെ ഏകദേശമൊക്കെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക്, ഞാൻ പറഞ്ഞില്ല ഡോക്ടറെ അടുത്ത് പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകും. ഇപ്പം ഞാൻ അവനെ ഒറ്റയ്ക്ക് പറഞ്ഞേച്ചേ, എൻ്റെ ഒരു സുഹൃത്താണ് ഡോക്ടർ. അപ്പം ഞാൻ പറഞ്ഞു നീ ഒറ്റയ്ക്ക് പോയിട്ട് വാ, അതൊക്കെ പഠിക്കണമല്ലോ, 15 വയസ്സായില്ലേ. അപ്പോൾ ഞാൻ പൈസയും കൊടുത്തിട്ട് അവന് പറഞ്ഞു വെച്ചതാണ്. ഇതുവരെ എത്തിയില്ല. ഇനി ലേറ്റ് ആവുകയാണെങ്കിൽ ഒന്ന് പോയി നോക്കണമെന്ന് എനിക്ക് സമാധാനമില്ല. പക്ഷേ ഒറ്റയ്ക്ക് വരും കേട്ടോ. 7-8 മണി സമയത്തൊക്കെ ബസ് ഇറങ്ങിയിട്ട് ഒരു 1/2 കിലോമീറ്റർ ഇങ്ങോട്ട് നടക്കാറുണ്ട്. ഒറ്റയ്ക്കൊക്കെ നടന്ന് വരാറുണ്ട്. ഇന്ന് പിന്നെ ഉത്സവത്തിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്താണ്ട് റോഡുമ്മലൊക്കെ ലൈറ്റും കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് പേടിക്കണ്ട. ഇപ്പം വയറൊക്കെ വലിച്ച് ഇവർ പോകുന്നുണ്ട്. ഇന്ന് ലൈറ്റ് വെക്കുമോ എന്നുള്ളത് അറിയില്ല കേട്ടോ, ഇന്നോ നാളെയോ എന്നറിയില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്താണ് ചെറുതാക്കി കഴിക്കുന്നതെന്ന് ഞാൻ അങ്ങോട്ടങ്ങനെ പോയില്ല. പിന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ ഗൾഫിലാണ്. ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല. ഇതൊക്കെ നോക്കി നടത്താൻ ആൾക്കാർ വേണമല്ലോ. കമ്മിറ്റി കാര്യങ്ങളൊക്കെ രൂപീകരിച്ച അമ്പലം തന്നെ കേട്ടോ. നാട്ടുകാരെല്ലാവരും കൂടി, ഞാൻ എപ്പോഴും പറയാറില്ലേ, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ സപ്പോർട്ടാണോ എന്ന് ചോദിക്കുമ്പം ഭർത്താവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് അമ്പലമുണ്ട്. അവിടെ ഉത്സവത്തിന് എല്ലാവരും, അവിടെ ഈ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് അവിടെ ഉത്സവമാണെന്ന് കേട്ടാൽ ഇവിടെ കുടുംബത്തിലെല്ലാവരും വരികയായിരുന്നു. എന്നിട്ട് ഉത്സവത്തിനൊക്കെ പോവുമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു അമ്പലം എന്ന് പറയുന്നത് ആ ഒരു അമ്പലമാണ്. അപ്പം അങ്ങനെയാണ് ഇവിടെ കുത്തിരുന്നാൽ ഇനിയും കൊതുകിൻ്റെ കടി കൊണ്ട് ഞാൻ ചത്തു പോകും ഗൈസ്. അപ്പോൾ 4-5 കൊതുകൊക്കെ ഒരുമിച്ച് ഉളുപ്പില്ലാണ്ട് കടിക്കുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെ. ഇവിടെ എന്ന് വെച്ചാൽ ഒരു വല്ലാത്തൊരു പറമ്പാട്ടോ. പെട്ടെന്ന് പുല്ല് മുളയ്ക്കും. എത്ര നമ്മൾ ഈ പുറകുവശം വൃത്തിയാക്കിയാലും പെട്ടെന്ന് പുല്ല് മുളയ്ക്കുന്നൊരു മണ്ണെടുത്ത സ്ഥലം. നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു, നല്ല ഹൈറ്റിലായിരുന്നു ആദ്യത്തെ വീട്. അപ്പോൾ മണ്ണെടുത്തെങ്ങാനും മൊത്തമായിട്ട് മണ്ണെടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 50 സെൻറ്റോളം മണ്ണെടുത്ത സ്ഥലമാണ്. വാങ്ക്. അപ്പോൾ ഓക്കെ, ബൈ.